ഇപ്പം മോഹൻലാൽ ഏതൊരു പരസ്യത്തിൽ പറയുന്നുണ്ട് 21ാമത്തെ വയസ്സിൽ സെറ്റാവുക. 4ാം തലമുറ പോയിട്ട് 5ാം തലമുറ പോയിട്ട് 6ാം തലമുറയിൽ പോലും ക്രൈസ്തവരുടെ ഇടയിൽ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്. തന്നെ വിധവ വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുകൂടാ? എല്ലാവർക്കും നമസ്കാരം. ഈ 2 ആഴ്ച മുമ്പ് നമ്മുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഗൗരവമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്തിരുന്നു. അത് നമ്മുടെ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സർക്കാരിൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വലിയ അന്തരം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ മതങ്ങളുടെയും ഉണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിൽ ഉള്ള ആളുകളുടെ ജനനനിരക്കും മരണനിരക്കും സംബന്ധിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അതനുസരിച്ച് കേരളത്തിൽ 2023 56,810 കുട്ടികൾ ജനിക്കുമ്പോൾ 62,338 ആളുകൾ മരിക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. ഏതാണ്ട് അത് മൈനസിലാണ്. 1,500 അതിലധികം ആളുകൾ മൈനസ് ആയിരിക്കുകയാണ്. അതുപോലെ ഹിന്ദു പോപ്പുലേഷനും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് 1,58,399 ജനനം നടക്കുമ്പോൾ 1,80,971 മരണമാണ് ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അവരുടെ കുറച്ചുകൂടെ ജനന മരണ നിരക്കിൽ വലിയ അന്തരമുണ്ട്. ജനനനിരക്കാണ് വളരെ കൂടുതൽ. അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു 100 വർഷത്തിനുള്ളിൽ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായി ഒരു സമുദായം എന്ന നിലയിൽ കേരളത്തിൽ അസ്തമിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ. ഇതുകൂടാതെ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ക്രിസ്ത്യൻ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. ഈ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുകൂടാ? മറ്റ് സമൂഹം, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നു, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതിന് അർത്ഥമുള്ള ചോദ്യമല്ല അത്. കാരണം ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു സമൂഹം വളരുന്നതിൽ മറ്റൊരു സമൂഹം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ജനസംഖ്യ കുറഞ്ഞു പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്കറിയാം 1970-കളിലൊക്കെ നമ്മുടെ ഈ ഫാമിലി പ്ലാനിങ് വളരെ ശക്തമായി കേരളത്തിൽ വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനനനിരക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നതായിരുന്നു. നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ 8, 9, 10 മക്കളൊക്കെയുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഈ 10അമ്മ എന്നുള്ള പേര് തന്നെയാണ്, 10 മക്കളുള്ള ഒരു അമ്മയ്ക്കാണ്. അപ്പോൾ അത്രത്തോളം ജനസംഖ്യ, ഫെർട്ടിലിറ്റി കൂടിയിരുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ 1970-80 കാലഘട്ടങ്ങളിൽ അതിശക്തമായ ഫാമിലി പ്ലാനിങ് പ്രവർത്തനം മുന്നോട്ട് വന്നപ്പോൾ ക്രൈസ്തവ സഭയാണ് അത് ആദ്യം ഏറ്റെടുത്ത് ഇന്ത്യ സർക്കാരിൻ്റെ ആവശ്യങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ജനനനിരക്ക് കുറയ്ക്കണമെന്ന് ഗൗരവമായി തീരുമാനിച്ച ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് നല്ല ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് തന്നെ മക്കളെ ഇനി അധികം ജനിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു കാലഘട്ടം ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് ഈ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത്. എന്നാൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ ജനന നിരക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പഠനമുണ്ട്. ആ പഠനം നമ്മളെ കാണിക്കുന്ന 2 സ്ട്രാറ്റജിയാണ്. ഒന്ന് K സ്ട്രാറ്റജി ഉണ്ട്, ഒന്ന് R സ്ട്രാറ്റജി. R സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ കണക്കാം. കുറേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, കുറച്ച് ഇതൊക്കെ കേടുപാട് മാറി കിട്ടുന്നു, അതിനെ വളർത്തുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു. അതാണ് ഈ R സ്ട്രാറ്റജി നമ്മുടെ സോഷ്യോളജിയിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നൊരു K സ്ട്രാറ്റജിയാണ്. ഈ K സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. അത് 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 3 പേര്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കുക, അവരെ നല്ല പൗരന്മാരായി വളർത്തുക. അതാണ് K സ്ട്രാറ്റജി. ക്രൈസ്തവർ ഒരു പുരോഗമന സമൂഹമായതുകൊണ്ട് തന്നെ ഒരു അല്ലെങ്കിൽ ജനന നിയന്ത്രണത്തിൽ അവർ അനുവർത്തിച്ചിരുന്നത് ഒരു K സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ടും കേരളത്തിൽ ജനസംഖ്യ വളരെ ആ കാലഘട്ടത്ത് കുറഞ്ഞുപോയി എന്നുള്ളത് ഓർക്കണം. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ കോളേജുകളിൽ ഇന്ന് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 90,000-ഓളം സീറ്റുകളാണ് കേരളത്തിൽ ഡിഗ്രി PG തലത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്, കുട്ടികളില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചതെന്നും കൂടെ നമ്മൾ നോക്കേണ്ടത്. അത് എല്ലാ മതങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളിൽ മാത്രമല്ല.
1999, 2000 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ട അബോർഷൻ റേറ്റ് ഉണ്ടായിട്ടുള്ളത്. 1999, 2000 കാലഘട്ടം. 99 43,368 അബോർഷൻ കേസാണ് നടന്നതെങ്കിൽ 2000 അത് 39,850 അബോർഷനാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് ഇന്നേക്കൊരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് വൻതോതിൽ അബോർഷൻ നടന്നു എന്നുള്ളത് വലിയൊരു കണക്കായിട്ട് നമ്മുടെ കയ്യിൽ. അത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, പൊതുവെ ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട കണക്കാണ് കേട്ടോ. ഇതിൽ എത്രയോ മടങ്ങായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയ അബോർഷൻ. അത് ഈ കാലഘട്ടത്തിലെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ ഗഡ്മാച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്ഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് US. അവരുടെ ഒരു കണക്കനുസരിച്ച് ഈ ഫാമിലി പ്ലാനിങ്ങിൽ ഏറ്റവും അധികം വിക്റ്റിമായി പോയത് കേരളത്തിലെ ക്രൈസ്തവരാണ് എന്നുള്ളൊരു വായനയാണ്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവ പോപ്പുലേഷൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഈ രാജ്യത്തിൻ്റെ പോളിസികളുടെ വിക്റ്റിമാണ് ക്രൈസ്തവരെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ രാജ്യം നമ്മുടെ മുമ്പിൽ വെച്ച ഒരാവശ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചതുകൊണ്ട് നമ്മൾ ഇല്ലാതെ പോകുന്നൊരു സമൂഹമായി മാറുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പോളിസികളുടെ വിക്റ്റിമായി ക്രൈസ്തവ സഭ കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്കത് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് കാണുന്നൊരു പ്രതിഭാസമാണ് ഈ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുന്നു, അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇവിടെ കുറയുന്നു എന്നുള്ളത്. ഭാഗികമായി ശരിയാണെങ്കിലും ഞാൻ മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് ഇതിൻ്റെ സ്ഥായിയായ പ്രശ്നമെന്ന് പറയും. ഇനി നമുക്ക് മറ്റൊരു വിഷയം എടുക്കാം. നമ്മുടെ ഈ പുതിയ തലമുറ, അതായത് ഈ 1990-കൾക്ക് ശേഷം ജനിച്ച ഒരു സമൂഹത്തിൽ വിവാഹത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നൊരു കണക്ക് പറയാറുണ്ട്. സത്യത്തിൽ അത് പൂർണ്ണമായും ശരിയല്ല. ഇന്ന് കാത്തലിക് ചർച്ചാണ് ഇതിനെ കൃത്യമായി നിർവചിക്കുകയും അത്തരം കണക്കുകളൊക്കെ ശേഖരിച്ചിട്ടുള്ളൊരു സഭ. ഞാൻ നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തൃശ്ശൂർ അതിരൂപതയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കൃത്യമായി അവരുടെ ഭദ്രാസനത്തിൽ, അവരുടെ രൂപതയിൽ എത്ര കുട്ടികൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് കണക്കുണ്ട്. താമരശ്ശേരി രൂപതയാണെങ്കിലും ചങ്ങനാശ്ശേരി രൂപതയിലുള്ള ബിഷപ്സൊക്കെ ഇത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് കൃത്യമായ കണക്കാണ്. മറ്റേതെങ്കിലും ഒരു സഭ അവരുടെ സഭയിലുള്ള അവിവാഹിതരായ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിൽ അവിവാഹിതരായ ആളുകളുടെ എന്തെങ്കിലും ഒരു കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത്തരം ഒരു കാര്യത്തെ ഗൗരവമായി സഭകൾ എടുക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കേരളത്തിൽ വൻതോതിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും വിവാഹത്തിന് പങ്കാളികളെ കിട്ടാതിരിക്കുന്നത് ഏതാണ്ട് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ്. ഈ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ആളുകളെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 3 ലക്ഷം കുടുംബങ്ങളിലാണ് അടുത്ത തലമുറ ഇല്ലാതെ പോകുക എന്ന് നമ്മൾ ഓർക്കണം. ഈ 3 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ വളരെ ചെറിയൊരു സമൂഹമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ വീണ്ടും 3 ലക്ഷത്തോളം ചെറുപ്പക്കാർ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കഴിയാതെ വണ്ണം വീണ്ടും ചുരുങ്ങുകയാണ്. ഇത് നമ്മുടെ കണക്കിൽ വരുന്ന, സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളല്ല. അവിടെയും ക്രൈസ്തവ സമൂഹം വീണ്ടും ചുരുങ്ങുകയാണ്. അപ്പോൾ ഇതൊരു ഗൗരവമായൊരു വിഷയമായി നമ്മൾ കാണുന്നുണ്ടോ? ഇതിനെന്താ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുമല്ലോ, അതിനെക്കുറിച്ച് വളരെയധികം നെഗറ്റീവായിട്ട് പെട്ടെന്ന് അങ്ങനൊന്നുമില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. കാരണം നമുക്കതിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴും കേരള നിയമസഭയിലൊക്കെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു വസ്തുതാപരമായി അത് ശരിയാണെങ്കിലും ഈ ലവ് ജിഹാദിൻ്റെ ഇരയാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഈ ലവ് ജിഹാദിൽ പെട്ടുപോയിട്ടുള്ള എൻ്റെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എനിക്കിത് ഒരു ഫാൻസി വിഷയമല്ല, അത് റിയാലിറ്റിയാണ്. ഞാൻ ഇടപെട്ട കേസുകൾ തന്നെ ധാരാളമുണ്ട്. അപ്പോൾ ലവ് ജിഹാദ് കേരളത്തിലെ ക്രൈസ്തവ പെൺകുട്ടികളെ തന്ത്രപൂർവ്വം മതം മാറ്റി മറ്റ് സമുദായങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഉൾപ്പെടെയാണ്. ഇനി എങ്ങനെയാണ് ലവ് ജിഹാദ് ഒരു വസ്തുത അല്ലാതായി മാറുന്നത്? ഒന്നാമത്തെ കാര്യം, സർവേ നടത്തിയാലേ നമുക്ക് ഡേറ്റ കിട്ടുള്ളൂ. ഇത്തരം എത്ര കുട്ടികൾ കേരളത്തിൽ അന്യമതങ്ങളിലെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതിന് കണക്ക് നമ്മുടെ കയ്യിൽ ആരും അത് അന്വേഷിക്കാറില്ല. അത്തരം ഒരു റിസർച്ച് നടക്കാറില്ല, സർവേ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റയില്ല. ഈ ഡേറ്റ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളതിനെക്കുറിച്ച് പറയുന്ന ഒരു വ്യാവഹാരിക യാഥാർത്ഥ്യമാണ് അത്. മറ്റൊന്ന്, കേരളത്തിലെ അവിവാഹിതരായവരുടെ എണ്ണം കൂടാനുള്ള കാരണം, നമുക്കൊരു പാക്കേജുണ്ട്. ആ പാക്കേജ് എന്ന് പറയുന്നത്, അതായത് ജീവിതം സെറ്റിലാവുക എന്ന് പറയും. ഇപ്പം നമ്മുടെ ആളുകൾ ജീവിതം സെറ്റിലായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു ഡിഗ്രി വേണം, ജോലി വേണം,
വീട് വേണം, കാറ് വേണം. ഇതെല്ലാം ആയി കഴിയുമ്പോഴാണ് നമ്മൾ സെറ്റിലാകുക എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ ഏതോ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട് 21ാമത്തെ വയസ്സിൽ സെറ്റാവുക എന്ന് പറയും. അതൊരു തെറ്റായൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ പഴയ കാലത്തൊക്കെ വരുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെയാണ് ജീവിതം സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം സെറ്റായിട്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കായിരുന്നില്ല. അവർ ഒരുമിച്ച് അധ്വാനിക്കുന്നു, കൃഷി ചെയ്യുന്നു, വീട് വയ്ക്കുന്നു, മക്കളെ പുലർത്തുന്നു. അവരങ്ങനെ നല്ല ജീവിതത്തിലെ ഒരു സെറ്റിൽമെൻറ്റ് അവസാനം വരെ തുടരുന്നൊരു കാര്യം. എന്നാൽ ഇന്ന് നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറയുന്ന പിള്ളേരുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം സെറ്റിലായിട്ട് മതി എന്നുള്ള, അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഒരുപാട് പ്രായമാകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അപകടം നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രായത്തിൻ്റെ കൃത്യത പറയുകയാണെങ്കിൽ 24-27 വയസ്സിൽ പെൺകുട്ടികളും 28-32 വയസ്സിൽ ആൺകുട്ടികൾ, അതാണ് അവരുടെ ബയോളജിക്കലി ഏറ്റവും ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അതാണ്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ വിവാഹം കുറഞ്ഞു പോവുകയും പിന്നീട് പ്രായമായതിനു ശേഷം വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ തലമുറയുടെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്ന സയൻറ്റിഫിക്കലി തന്നെ അത് പ്രൂവൺ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗോൾഡിലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗോൾഡൻ പീരീഡ് എന്നുള്ളതാണ്, നല്ല ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗോൾഡൻ പീരീഡ്. അത് നമ്മുടെ ഈ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുറച്ചുകൂടെ ആരോഗ്യപരമായി ഇൻ്റഗ്രലി എന്താ പറയുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഭാവിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. വളരെ കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ അത്രത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നില്ല എന്ന് പറയുന്നത് ഒരു കറസ്പോണ്ടിങ് പാർട്ട്ണറെ അന്വേഷിക്കുമ്പോൾ പലർക്കും അതൊരു തടസ്സമായി വരുന്നുണ്ട്. അങ്ങനെ വിവാഹം നടക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി എന്താണ് നമുക്കിതിനൊരു പരിഹാരം എന്നുള്ളതും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാൻ പറ്റുക? ഒന്ന്, നമുക്കറിയാം, ഈ നമ്മുടെ കാലഘട്ടത്തെ സഭകളൊക്കെ തന്നെ 3ാം തലമുറ വരെയുള്ള വിവാഹം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. 4ാം തലമുറ വരെ മുതൽ വിവാഹമാവാം. എങ്കിലും നമുക്കൊരു വർത്തമാന യാഥാർത്ഥ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 4ാം തലമുറ പോയിട്ട് 5ാം തലമുറ പോയിട്ട് 6ാം തലമുറയിൽ പോലും ക്രൈസ്തവരുടെ ഇടയിൽ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൾച്ചർ സെറ്റിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വന്നാൽ, ഒരു പക്ഷേ ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, ഈ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഇടയിൽ തന്നെ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മൾ ഇത്തരം കൾച്ചറൽ ബൈൻഡിങ്സിൽ നിന്നാൽ ഗൗരവമായ ശൂന്യത വീണ്ടും നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം, 4ാം തലമുറ 5ാം തലമുറയിലുള്ളൊക്കെ വിവാഹത്തിന് നിലനിൽക്കുന്ന ആ ഒരു ടാബു അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഗ്മ സാവധാനം മാറിയില്ലെങ്കിൽ ഗൗരവമായ ഒരു ലഭ്യതക്കുറവ് കൂടുതൽ സംഭവിക്കാം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നെറ്റി ചുളിക്കായിരിക്കും. കാരണം വിവാഹം കഴിച്ച് മക്കളെയും വിവാഹം കഴിപ്പിച്ച് സുഖമായി ജീവിക്കുന്നവർക്ക് നെറ്റി ചുളിക്കാം. പക്ഷേ നമ്മൾ ഓർക്കണം, 3 ലക്ഷം കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ ആശങ്കകൾ, അവരുടെ കുടുംബത്തിൻ്റെ, അവരുടെ ബന്ധുക്കളുടെ വേദനകൾ, ഇതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പറ്റുമോ? ആ ഒരു അർത്ഥത്തിൽ ഇതിനെ ഒരു അടിയന്തര സാഹചര്യം എന്ന നിലയിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഒരു സജഷനാണ് എനിക്കുള്ളത്. മറ്റൊന്ന്, ഈ പ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഒരു ടാബുണ്ട്. പുരുഷൻ എപ്പോഴും പ്രായം കൂടിയിരിക്കണം, സ്ത്രീ കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതും നമ്മുടെ ഇടയിലൊരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനൊന്നുമില്ല. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല. തുല്യപ്രായക്കാരോ പ്രായം കൂടുതലുകൊണ്ടോ കുറവുകൊണ്ടോ അടുത്ത ജനറേഷനെ അതൊരിക്കലും ബാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിൽ വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രായം കൂടിയ ആളുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും നിയമപരമായും ഇല്ല, ജനിതകപരമായും ഇല്ല, ബയോളജിക്കലിയും ഇല്ലാത്ത സ്ഥിതിക്ക് അത്തരം ചില ടാബൂസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ സ്ട്രോങ് ആണ്. അത് മാറ്റിയെടുക്കുക. അതുകൊണ്ടുണ്ടാകുന്ന സ്റ്റിഗ്മ, സോഷ്യൽ എന്താ പറയുന്ന എക്സ്ക്ലൂഷൻ, ഇതൊക്കെ ഭയപ്പെട്ടാണ് പലരും അത്തരത്തിലുള്ള മുതിരാതെ അങ്ങനെയുള്ള ചില കൾച്ചറൽ ചേഞ്ച് നമ്മുടെ സമൂഹത്തിന് നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ ഈ സിറിയൻ ക്രിസ്ത്യൻ മാനിയ ബാധിച്ചവരാണ് കൂടുതലും വിവാഹം ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കഴിയാതിരിക്കുന്ന മുതിർന്ന ആളുകൾ. അതിൻ്റെ കാരണം സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ മാത്രം ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത്രയും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്കറിയാം, ഇന്ത്യയിൽ ക്രൈസ്തവരുടെ എണ്ണം വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ഒറീസ, ആസാം, ബീഹാർ, മറ്റെല്ലാ മേഖലകളിലും.
അപ്പം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ. അപ്പോൾ നമ്മുടെ അവിടെ എല്ലാം നമുക്ക് മിഷൻ വർക്കുണ്ട്, അവിടെ ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അവിടെയൊക്കെ ആ മേഖലകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുകയും കാണുകയും ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അവർ എക്സ്ക്ലൂഡ് ആവുകയാണ്, അല്ലെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഊരുവിലക്ക്, കുടുംബ വിലക്കൊക്കെ കൽപ്പിക്കുന്നു. ധാരാളം ആളുകൾ വിവാഹത്തിനൊരു പാർട്ട്ണറെ കിട്ടാതെ അത്തരം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകൾ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇത്തരം ഒരു ഡെവലപ്മെൻറ്റ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നോർത്ത് ഇന്ത്യയിലുള്ള ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളം ആളുകൾ വിവാഹത്തിന് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതിരിക്കുന്ന പെൺകുട്ടികളുള്ളപ്പോൾ, ഇവിടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ ലഭ്യമല്ലാതിരിക്കുമ്പോൾ അത്തരം ഒരു ക്രോസ് കൾച്ചർ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, ഇതൊക്കെ ചില സജഷൻസാണ് ഇത് എന്നുള്ളത് മാത്രം ഓർക്കുക. അങ്ങനെയുള്ളൊരു നെറ്റ്വർക്ക് നമുക്ക് രൂപപ്പെടുത്താൻ നോർത്ത് ഇന്ത്യയിലെ ധാരാളം ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് വിവാഹബന്ധത്തിന് ആൾ ലഭിക്കാതിരിക്കും. അത് ജനിതകപരമായി ഗുണവും കൂടെയാണ്. അത് നമ്മൾ അതിൻ്റെ DNA ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അത്തരം സമൂഹങ്ങൾ, സമൂഹങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, പുതിയ ജനറേഷൻ അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്വാളിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് പല പഠനങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത്. സമയക്കുറവുകൊണ്ട് അത്തരം പഠനങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് വളരെ ഗൗരവമായി നമുക്ക് ചിന്തിക്കുകയും അത്തരം നെറ്റ്വർക്കുകൾ. മറ്റൊന്ന്, സഭകളെല്ലാം ചില ക്ലസ്റ്ററുകളായി രൂപപ്പെടുകയാണ്. എല്ലാം നമ്മൾ ഓർക്കണം, എല്ലാ സാമൂഹ്യ ശാസ്ത്രത്തിൽ തകർന്നു പോയിട്ടുള്ള എല്ലാ വംശങ്ങളും ഈ ക്ലസ്റ്റർ രൂപീകരണത്തിന് ശേഷമാണ് ഇല്ലാതാവുന്നത്. കാരണം ഞങ്ങളുടേത് മാത്രം ശുദ്ധിവാദങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ പെന്തക്കോസ്റ്റുകാർക്ക് അവരുടേതായ മാട്രിമണി, മാർത്തോമക്കാർക്ക് അവരുടെ മാട്രിമണി, ഓർത്തഡോക്സുകാർക്ക് അവരുടെ മാട്രിമണി, കാത്തലിക്സിന് അവർ മാത്രമായി അങ്ങനെ ഒരു സമൂഹത്തിന് അധികം നാൾ ജീവിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു ഡിമിനിഷിങ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് അങ്ങനെ വീണ്ടും ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട് കമ്പാർട്ട്മെൻറ്റുകളായി നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കൂടുതൽ അതിന് ഉദാഹരണങ്ങളാണ് ഈ പാർസി സമൂഹങ്ങളൊക്കെ. പാർസികളൊക്കെ അങ്ങനെ ഇല്ലാതെ പോയിട്ടുള്ളവർ. അത്തരം ശുദ്ധീകരണവാദങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ മൈലേജിനെ കുറയ്ക്കുന്നതാണ് എന്ന് നമ്മൾ ഓർക്കുക. മറ്റൊന്ന്, വർഷങ്ങൾ 1920കളിൽ തന്നെ വിധവ വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിർഭാഗ്യവശാൽ വിധവ വിവാഹത്തിന് ഇപ്പോൾ ആദ്യമായി വിവാഹം കഴിക്കുന്ന ഒരാളൊരു വിധവയെ വിവാഹം കഴിക്കുന്ന ഒരു സ്റ്റിഗ്മ വളരെ വലുതാണ് നമ്മുടെ നാട്ടിൽ. രണ്ടാം വിവാഹമായിട്ട് ആളുകൾ മാത്രമാണ് കാണുന്നത്. ഇത്തരം ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കത് ദഹിക്കണമെന്നില്ല. പക്ഷേ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു ജനിതകപരമായ ജൈവപരമായ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ചില സജഷൻസാണ്. വിധവ വിവാഹങ്ങൾ, ആദ്യം വിവാഹം കഴിക്കുന്നവർക്ക് വിധവകളെ വിവാഹം കഴിച്ചുകൂടാ എന്നോ തിരിച്ചോ അങ്ങനെയുള്ള ഒരു ടാബു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഓരോ സഭകളുടെയും അവരുടെ എന്താ പറയുന്ന ഒരു സഭയാണോ ഒരു സമുദായമാണോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു വിശ്വാസ സമൂഹമായിട്ടാണോ നിലനിൽക്കുന്നത്, അതൊരു സമുദായമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു സമുദായമായി നമ്മളിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മൾ ചില കോംപ്രമൈസുകളിലേക്ക് പോകാതെ എല്ലാവരും അവരവരുടെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് ചുരുങ്ങിയാൽ നമ്മൾ മൊത്തം ചുരുങ്ങിയാണ്. അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് ചുരുങ്ങുകയും ചെയ്യുന്ന സമൂഹമാണ് ക്രൈസ്തവരെന്നാണ് പറയുക. ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് ചുരുങ്ങുകയും ചെയ്യും. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാവരും വളരാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഓർക്കുക, നമ്മൾ ഒരുമിച്ച് ചുരുങ്ങുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഈ ഡേറ്റ വെച്ച് വളരെ ചുരുങ്ങിയ നേരത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത കൾച്ചറൽ സെറ്റിങ്ങിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താതെ ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് കേരളത്തിൽ തുടരാൻ സാധിക്കില്ല, നമ്മൾ വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതാണ് നമ്മുടെ വർത്തമാന പ്രതികരണങ്ങളും. അതുകൊണ്ട് ഇത്തരം ചില മാറ്റങ്ങളിലേക്ക് സഭകൾ വരുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ജനങ്ങൾ അത്തരം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ സഭകളും അവരുടെ ഇടയിലുള്ള ആളുകളുടെ, അവിവാഹിതരുടെ എണ്ണവും അതെത്രയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാവണം. നമ്മൾ വിചാരിക്കരുത് ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ, 3 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങളിലെ സങ്കടങ്ങൾ നമ്മുടെ സഭയുടെ സങ്കടങ്ങളാണ്. മറ്റൊന്ന്, കുടുംബങ്ങളില്ലാതാവുകയാണ്.
മറ്റൊന്ന് മാത്രമല്ല, ഈ കുടുംബങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട വീടുകളും താമസിക്കാനുള്ള ധാരാളം സ്വത്തുക്കൾ, ഒരു കാലത്ത് നമ്മൾ പണം കൊടുത്തും അല്ലാതെയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയാണ്. ഒരു സംസ്കാരം ഇല്ലാതാവുകയാണ്. ക്രൈസ്തവ സംസ്കാരം തന്നെ കേരളത്തിൽ നിന്ന് അന്യപ്പെടുകയാണ്. മറ്റൊന്ന്, നമ്മുടെ സഭകളുടെ സ്ഥാപനങ്ങൾ നോക്കി നടത്താൻ ആളില്ല. കഷ്ടപ്പെട്ട് നമ്മൾ പണിതുയർത്തിയ സ്ഥാപനങ്ങളൊക്കെ അനാഥമാവും ഒരു കാലഘട്ടം വരുമ്പോൾ. ഒന്നാമത് നാട്ടിൽ കുഞ്ഞുങ്ങളില്ല, വലിയ ഭൂരിപക്ഷം വെളിയിലേക്ക് പോകുന്നു. മാത്രമല്ല, സഭകളൊക്കെ സെമിത്തേരിയിലെ കെട്ടിടങ്ങളായി മാറിപ്പോകാനും ഉള്ള ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ വിഷയത്തിൽ ഇത്തരമൊരു സാംസ്കാരിക ചേഞ്ച്, ഒരു കൾച്ചറൽ ചേഞ്ചിന്, നമ്മുടെ കൺസെപ്റ്റ് ചേഞ്ചിന് നമ്മൾ മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു തലമുറയിൽ ഇത്തരം ഒരു വിപത്തിനെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സജഷനാണ് ഈ സാമൂഹ്യശാസ്ത്ര പഠനങ്ങളിലൊക്കെ ഞാൻ കണ്ടെത്തിയത്. പറഞ്ഞു എന്ന് മാത്രം. ഇതിനോട് താല്പര്യമില്ലാത്തവരും എതിർപ്പുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊരു വർത്തമാനകാല യാഥാർത്ഥ്യത്തോടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമാണ്. നന്ദി, നമസ്കാരം.